ഹലോ, വെൽക്കം ടു രുചി എക്സ്പ്രസ്. ഇന്ന് രുചി എക്സ്പ്രസ്സിലൂടെ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് എങ്ങനെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ താഴെ കാണുന്ന കുഞ്ഞു ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. മാത്രമല്ല നിങ്ങളുടെ കമൻസാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ബീഫ് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം നോക്കാം. ഒരു 3/4 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2 വലിയ ഉള്ളി, 2 തക്കാളി, അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക്, പിന്നെ 2.5 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതുപോലെ തന്നെ മല്ലിച്ചെപ്പ്, വേപ്പില ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ: 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഉലുവ, 2.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി, 1.5 ടീസ്പൂണ് ഗരം മസാല, 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ കുക്കറിലാണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്റ്റൗ കത്തിച്ച് കുക്കർ വയ്ക്കുന്നുണ്ട്. കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3-4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരട്ടെ. ഓക്കെ, ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മതി, കാരണം ഒരു 3/4 കിലോ ബീഫൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു 2 വലിയ ഉള്ളി, 2 വലിയ ഉള്ളി കട്ട് ചെയ്ത് ഞാനിതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ വഴറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയാൽ മതി. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയാൽ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2.5 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പച്ചമുളക് ഞാനൊരു 3-4 എടുത്തിട്ടുണ്ട്. ഇത് വലിയ എരിവില്ല. നല്ല എരിവുള്ളതാണെങ്കിൽ നമുക്കൊരു 2 എണ്ണമൊക്കെ മതി, കാരണം നമ്മൾ കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് മതി. പിന്നെ ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരുപാട് ഫൈനായിട്ടൊന്നും വെല്ലുള്ളിയും ഇതൊന്നും ആവണമെന്നില്ല, തക്കാളിയൊന്നും ആവണമെന്നില്ല, കാരണം നമ്മൾ ബീഫ് വേവിക്കാൻ കുറച്ച് ടൈം വേണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അതൊരു വല്ലാതെ ഫൈനായിട്ട് കുക്ക് ചെയ്യാതെ നമുക്ക് ആവശ്യത്തിന് ഒന്ന് വഴറ്റി കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്നായിട്ട് നമുക്കിതിലേക്ക് വേപ്പിലയും മല്ലിച്ചെപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുകയാണ് വേണ്ടത്, കാരണം മസാലപ്പൊടികൾ ഇടാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊന്ന് തീ കുറച്ച് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാ പൊടികളും ഒരുമിച്ചാണ് ഇടാറുള്ളത്. ഉലുവയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഒരുമിച്ചാണ് ഇടാറുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞു, ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. പൊടി വാങ്ങിച്ചതല്ല, നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. പിന്നെ ഞാൻ ബീഫ് മസാല ഒന്നും യൂസ് ചെയ്യാറില്ല, ചിലർ ഇടാറുണ്ട്. അപ്പോൾ അതും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഗരം മസാല മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ പച്ചമണം ഒന്ന് പോയതിനു ശേഷം നമുക്ക് ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഇളയ ബീഫാണ് കേട്ടോ ഇത്. അപ്പോൾ വല്ലാതെ ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീഫിലേക്ക് മസാല എല്ലാം ഒന്ന് പിടിക്കുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് ഇനി വെള്ളം ആഡ് ചെയ്യാണ് വേണ്ടത്. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ വെള്ളം മുകളിലേക്ക് പൊന്തി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ റോസ്റ്റ് അല്ലേ ആക്കുന്നത്, അപ്പോൾ ഒരുപാട് ഗ്രേവി നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുന്നുണ്ട്. കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്കുള്ള വെള്ളം ആഡ് ചെയ്ത്, അപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ പൊന്തി വരാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും മസാലപ്പൊടികളും കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, നമ്മൾ 1/2 ടീസ്പൂണല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാനിങ്ങനെ നേരിട്ടിട്ട് മസാലയിലേക്ക് അങ്ങനെ ബീഫ് ഇട്ടിട്ട് ചെയ്യാറുള്ളൂ. പക്ഷെ ഇവിടെ ഉമ്മയൊക്കെ ആദ്യമേ ബീഫിൽ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കുക്കർ അടച്ച് വെക്കാം. കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം കുറച്ച് വെക്കാറ്, സിമ്മിലാക്കി ഇടാറാണ്. എന്നിട്ടൊരു 20 മിനിറ്റൊക്കെ വേവിച്ചാൽ കറക്റ്റ്
കറക്റ്റ് വേവായിട്ട് കിട്ടാറുണ്ട്. ഞാനങ്ങനെ വിസിൽ കറക്റ്റ് നോക്കാറില്ല. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. യെസ്, കണ്ടോ, ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്, ഓവറായിട്ടില്ല. കറക്റ്റ് കണ്ടോ, വെള്ളമൊക്കെ കറക്റ്റ് പാകമായിട്ടുണ്ട്, മസാലയൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ വേവ് നോക്കിയപ്പോൾ കണ്ടോ കറക്റ്റാണ് വേവ്. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക്, വേറൊരു പാത്രത്തേക്ക് മാറ്റാം. ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളമൊന്നുമില്ല വറ്റിച്ചെടുക്കാൻ. ഇനിയിപ്പോൾ വെള്ളം വന്നാലും പേടിക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കുറച്ച് നേരം വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് റോസ്റ്റ്. വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ. ഓക്കെ. അപ്പോൾ ഈ ബീഫ് റോസ്റ്റ് നല്ല ചൂടുള്ള പൊറോട്ടയ്ക്കും അതുപോലെ തന്നെ നെയ്ച്ചോറിനൊക്കെ പറ്റിയ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് രുചി എക്സ്പ്രസ്.